ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ചോറ്റുപാത്രമാണ് ചെയ്യണത്. നമുക്ക് പണ്ട് സ്കൂളിൽ കൊണ്ടുപോകാറുള്ള അതേ പാത്രം. അപ്പോൾ ചോറിൽ നല്ല മാങ്ങാ ചമ്മന്തിയും പിന്നെ മുട്ട തോരനും അതുപോലെ പയറ് മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ചമ്മന്തി ഉണ്ട്, അതൊരു സ്പെഷ്യലാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക, അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. എന്നിട്ട് ഫൈനലി ഒരു മീൻ പൊരിച്ചതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പൈച്ചിയാണ് കേട്ടോ അത്. അപ്പോൾ കാണാൻ നല്ല ലുക്കായിട്ടില്ലേ. കറികളെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ഐറ്റംസ് അല്ലേ, എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നെക്സ്റ്റ് ആഗ്രഹിക്കണവർ എന്തായാലും മറക്കണ്ട കേട്ടോ. അങ്ങനെ മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഇത് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ആ ഫ്ലേവേഴ്സും മണവും ഒക്കെ കിട്ടും. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മൾ തുറന്ന് നോക്കി. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആദ്യം ആ മീൻ പൊരിച്ചതിനടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊത്തി വരണില്ലേ. അപ്പോൾ അതിലാ സ്മെല്ലും ഒരക്ഷയില്ല കേട്ടോ. എന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ആ മാങ്ങാ ചമ്മന്തി എന്ന് പറയുന്നത് ഉപ്പിലിട്ട മാങ്ങയും ഉള്ളിയും മുളകൊക്കെ കുത്തി ചതച്ചുണ്ടാക്കി വെച്ചേക്കണതാണ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും, അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ്. എന്നാൽ കഴിച്ചു നോക്കിയാലോ. അപ്പോൾ ആദ്യം ആ പയറ് തോരൻ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് മുട്ട ചിക്കിയതും കൂടെ കൂട്ടി കുഴച്ചെടുത്ത് കുറച്ച് തക്കാളി ചമ്മന്തിന്നും എടുത്ത് വെച്ച് ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ ആ മാങ്ങാ ചമ്മന്തി അതും കൂടെ നന്നായിട്ട് തന്നെ കൂട്ടി കുഴച്ചെടുത്ത് വെച്ച്. പിന്നെ എൻ്റെ ഫുഡിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബും കൂടെ മറക്കണ്ട കേട്ടോ. അങ്ങനെ ആ പയറ് മെഴുക്ക് വരട്ടിയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ നല്ലപോലെ ഒന്നും കൂടെ കുഴച്ചെടുത്തു. ഇനി ആ മീൻ പൊരിച്ചതും കൂടെ മറക്കരുത്. അപ്പോൾ അതാ ഒരു പീസ് അതിൽ നിന്ന് നുള്ളി പറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നല്ലപോലെ അങ്ങനെ യോജിപ്പിച്ച് ഒരു എടുത്ത് കഴിച്ചു ഗൈസ്. വാവ്, കണ്ടാൽ തന്നെ അറിയില്ലേ, അടിപൊളി ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലാത്ത കിടിലൻ ലഞ്ചായിരുന്നു കേട്ടോ. ഡെയിലി ചാറുകറികളൊക്കെ ഒഴിച്ച് കഴിക്കണേലും ഇതൊരു വെറൈറ്റി അല്ലേ. കുറച്ച് ഉപ്പേരിയും ചമ്മന്തിയും അതുപോലെ മീൻ പൊരിച്ചതോ മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ വാവ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാം കൂടെ കൂട്ടി കുഴച്ചങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ചോറ്റുപാത്രവും നല്ലൊരു നൊസ്റ്റു തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വൈകിട്ട് ഇത്താതാടെ വീട്ടിൽ പോയപ്പോൾ നല്ല ബജ്ജിയൊക്കെ പൊരിക്കുകയുണ്ട്. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തെന്നുള്ളൂ. ഇതിൻ്റെ റെസിപ്പി വേണ്ടവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ എല്ലാം പൊരിച്ചു മാറ്റിയിട്ടുണ്ട്. കൂടെ പിടിക്കാൻ ടൊമാറ്റോ സോസും കട്ടൻ ചായയാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ സോസിൽ അങ്ങനെ മുക്കിയെടുത്ത് കഴിച്ചു നോക്കി. അതിന് മുന്നേ ഒരെണ്ണം ഫ്രീ ആയിട്ടും കഴിച്ചു നോക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. സൂപ്പർ ഐറ്റം ആണ് കേട്ടോ. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് റവ ആഡ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ നിങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.